Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്ന് നമ്മളൊരു ചെയ്യാൻ പോകുന്ന റെസിപ്പി മട്ടൺ ആണ്. അതിനാന്ന് വെച്ചാൽ നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് ജുവൽ മേരിയാണ്. ജുവൽ മേരിക്ക് മട്ടൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മട്ടൺ ഉണ്ടാക്കാം. പക്ഷെ മട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ എപ്പോഴും ചെയ്യുന്നത് മസാലയൊക്കെ ചേർത്ത് ഒത്തിരി കാര്യങ്ങൾ, അതായത് ഉള്ളി വഴറ്റി തക്കാളി വഴറ്റി ഇതെല്ലാം ചേർത്ത് ഒരു ബ്രൗൺ കളർ മട്ടൺ കറി, അല്ലെങ്കിൽ ഒരു പച്ച കളറ്, അല്ലെങ്കിൽ ഒരു സ്റ്റൂ, കുറുമ, മപ്പാസ്, ഇങ്ങനത്തെ പല വെറൈറ്റി അല്ലേ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മലബാർ സൈഡിലൊരു കുട്ടി എന്നെ ശരിക്കും വിളിച്ചിട്ട് ഒരു റെസിപ്പി പറഞ്ഞു തന്നു. അപ്പോൾ ആ റെസിപ്പി നോക്കുമ്പോൾ സംഭവം പറയുന്ന ഉള്ളി തക്കാളി ഇതെല്ലാം ചേർക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. വീട്ടിലുണ്ടാക്കിയപ്പോൾ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും പറഞ്ഞില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ചേർക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ ഇല്ലാതുള്ളൂ. അവർ ചേർക്കുന്ന മുളക് പൊടി മസാലയൊന്നും ഒരുപാട് ഇടുകയില്ല. എന്നാൽ പിന്നെ എന്നാ ഇൻഗ്രീഡിയൻ്റ് എന്നല്ലേ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. ഇത് എന്നാന്ന് പറയുക, നമ്മൾ അരച്ചു വെക്കുന്ന ഒരു അളവ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ മേടിക്കുന്നതായാലും മതി. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് അളവ് വീട്ടിൽ അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് വേണ്ടിയത് 4 ടൊമാറ്റോ വേവിച്ചതാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞേച്ച് ഒരു മീഡിയം സൈസ് 4 എണ്ണേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് പുളിയില്ലാത്ത തൈര്, ഒത്തിരി വേണ്ട, ഒരു ഹാഫ് കപ്പ് ഒക്കെ. നമുക്കിപ്പം എല്ലാവരുടെ വീട്ടിലും കപ്പിൻ്റെ അളവറിയാം, അപ്പം അതനുസരിച്ച് നമുക്ക് കുറച്ച് ഹാഫ് കപ്പ് പുളിയില്ലാത്ത തൈരാണ്. ഇത് കുറച്ചൊരു 3 മീഡിയം സൈസ് സവാള ഞാൻ അരിഞ്ഞു വെച്ചതാ. ഇത് ആക്ച്വലി നമുക്ക് എന്നൊക്കെയാണ് ചേർക്കണ്ടേന്നുള്ള അളവിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ആ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ചേർത്താൽ. പക്ഷേ ഇത് ഞാൻ മട്ടനുമായിട്ട് ഒരു മിക്സ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് പിന്നെ പറയാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1.25 മട്ടൺ വരും, 1.25 കിലോ മട്ടൺ വരും. അപ്പം അതനുസരിച്ചുള്ള മല്ലിപ്പൊടി. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. പിന്നെ ഉള്ളത് ഇത് ശകലം ജീരകം, സാധാ നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന സാധാ ജീരകപ്പൊടി. പിന്നെ ഓഫ്കോഴ്സ് കുറച്ച് ഉപ്പ്, മട്ടൺ ഞാൻ കുറച്ച് ഉപ്പിട്ടാ വേവിച്ചേ. പിന്നെ ഉള്ളത് കുറച്ച് പച്ചമുളക്. ഈ പച്ചമുളക് ഇതിപ്പോൾ സാധാ പച്ചമുളകാ. അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാമോ, എരിവുള്ള ദശ കട്ടിയുള്ള ഒരു മുളകുണ്ടല്ലോ മുട്ടൻ, അത് മേടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി, കുറച്ച് ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞിട്ടിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കരുത്, കാര്യം നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇതാ പറഞ്ഞ ഒരു 1.25 മട്ടനായത്. ഇത് എന്നാ പറയുക, ഇച്ചിരി ഉപ്പിട്ടും നേരത്തെ ഞാൻ കാണിച്ചില്ലേ സവാള, അതും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുക. ഇനി എന്നാന്നറിയോ, ഞാനിവിടെ കുറച്ച് സ്റ്റോക്ക്, അതായത് മട്ടൺ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതെന്നാത്തിനാന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി ഒത്തിരി ഡ്രൈ ആയി പോകാനും പാടില്ല, പക്ഷേ എന്നാൽ കുറച്ച് പെരണ്ട് വരികയും ചെയ്യണം. ഇനി എളുപ്പം ഒരു വഴി പറഞ്ഞുതരാം. ഞാനിപ്പം മട്ടൺ ഉള്ളി മാത്രം ഇട്ടേ വേവിച്ചുള്ളൂ, ഉള്ളിയും ഉപ്പും ഇട്ടുമായി വേവിച്ചേ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മട്ടൺ ഒരു 3 സവാള, പിന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 ടീസ്പൂൺ വീതം എടുത്തോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ കണക്കെടുക്കാം. എന്നിട്ട് ഉപ്പും വേണമെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, നമ്മുടെ ഒരു സമാധാനത്തിന്. മഞ്ഞ ഇട്ടാൽ എല്ലാം നല്ലതാണെന്നല്ലേ കേൾക്കുന്നത്, അപ്പോൾ പിന്നെ നമ്മൾ ഇച്ചിരി മഞ്ഞ ഇടുന്നതുകൊണ്ട് തരക്കേടൊന്നുമില്ല. ഇത് ഇട്ടേച്ചൊന്ന് വേവിച്ച് വെക്കാമെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയേഴ്സിന് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറച്ചി ഉള്ളി മാത്രം ഇട്ടേ വേവിച്ചുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ആന്നു. ഇപ്പം നമ്മൾ വേവിച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 വേവിച്ചാൽ മതി മട്ടൺ. ഒത്തിരി അങ്ങ് വേവിക്കുവാന്നേൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എന്താ പറയുക, മട്ടൺ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 3/4 വേവിച്ചാൽ മതി. ഇതിനകത്തോട്ട് ഇറച്ചിയുടെ മുമ്പ് നമ്മൾ വേവിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ നമ്മൾ ഇറച്ചിക്കകത്തിട്ട് വേവിക്കാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ എണ്ണയിലോട്ട് ഇച്ചിരി തീ കുറച്ചേച്ചിടാം. അതിനകത്ത് വെള്ളമാണ്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി മേടിച്ചതായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണ്ട, ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി.
ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ മട്ടനും കൂടെ ഞാൻ ഇതിനകത്ത് ഇടുക. ഇനി ഇതിനകത്ത് ഈ മട്ടൺ ഒന്ന് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കത്തില്ല. എപ്പോഴും നമ്മൾ പറയല്ലോ, ഒരുപാട് അങ്ങ് ചിക്കൻ ഫ്രൈ പോലെ വറുത്തെടുക്കാനല്ല, ഒരു ഷാലോ ഫ്രൈ, അതായത് മട്ടൺ ഒന്ന് ബ്രൗൺ ആയി വരികയല്ലേ, ആക്കണം. ആക്ച്വലി ചാറ് വേണോന്ന് ചോദിച്ചാൽ വേണം. അപ്പൊ എന്നാന്നറിയോ, എന്നാ മട്ടൺ മൊരിയും വേണമെന്ന് ചോദിച്ചാൽ വേണം. അതാണ് ഞാൻ ആ സ്റ്റോക്ക് എന്താ പറയാ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. കളയണ്ട, മട്ടന്റെ സ്റ്റോക്ക് എപ്പോഴും നല്ലതല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പോലും ഭയങ്കര ടേസ്റ്റാ. അതുകൊണ്ട് രണ്ട് കാര്യവും നടക്കണം, മട്ടൺ മൊരിയവും വേണം, എന്നാൽ നമ്മുടെ സ്റ്റോക്ക് കളയാനും പാടില്ലേ. നമ്മുടെ മട്ടൺ ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ നല്ല മുരിഞ്ഞു വരുന്നുണ്ട്. ഇനി അങ്ങ് ഈ ഒരു മുരിവ് മതി കേട്ടോ, ഒത്തിരി മൊരിച്ച് കളയണ്ട. പിന്നെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ പുഴുങ്ങി വെച്ചേക്കുന്ന തക്കാളിയില്ലേ, അതൊന്ന് ഇതിനകത്ത് ഇട്ട് വേണം ഉടച്ചുടച്ച് എന്നാ പറയാ മട്ടനോടുകൂടി അങ്ങ് ചേർക്കാനായിട്ട്. ഓക്കെ, ഇതിനകത്തോട്ട് ഇനിയിപ്പോ ഈ തക്കാളി കംപ്ലീറ്റ് ഇതിനകത്ത് അങ്ങ് ഉടഞ്ഞു ചേർന്നേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ പൊടികള് അതിന് മുന്നേ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പൊടി വേവും വേണം. അപ്പൊ എന്നാന്ന് വെച്ചാൽ പൊടി ചേർത്തേച്ച് നമുക്ക് തൈര് ചേർക്കാം. അതല്ല, തൈര് ചേർത്ത് അതിന്റെ വെള്ളം പറ്റിയേച്ച് പൊടി ചേർത്താലും മതി. ഇനി കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ആദ്യം തൈര് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും തൈര് ആദ്യം ചേർക്കാം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു തക്കാളി എന്നാ മാറ്റി വെച്ചേന്നെ. എന്നാന്നറിയാവോ, ഒരു തക്കാളി ഒരു ഇച്ചിരി പച്ചയാ. അന്നേരം നമ്മൾ തൈര് ചേർക്കുമ്പോൾ ആ പുളിയും കൂടെ ഇതിനകത്തോട്ട് വരണ്ട. എല്ലാ പുളിയും കൂടെ ആകുമ്പം അതിനൊരു വല്ലാത്ത ടേസ്റ്റ് വരുവല്ലേ. ഓക്കെ, ഇതിനകത്തോട്ട് ഇനി പൊടികളെ. ഇതിപ്പം ഈ പറഞ്ഞ പോലെ 1 കിലോ 1.25 കിലോ മട്ടനാണ്. അപ്പൊ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്തായാലും പോരാ, ഞാനൊരു 2 ടീസ്പൂൺ ഇടാൻ പോവാ. പിന്നെ നോക്കി വെച്ച് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മതി. ഇതിന്റെ എരിവ് എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാ. പിന്നെ നമ്മൾ ചേർക്കുന്ന പച്ചമുളകിന്റെ എരിവും കണക്കാക്കിയിരിക്കും. പക്ഷെ പച്ചമുളക് വെന്ത് കറിക്കകത്തോട്ട് ചേരുന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഉപ്പ് ഞാൻ ഓൾറെഡി നമ്മുടെ മട്ടൺ വേവിച്ചപ്പോ ഇട്ടായിരുന്നു. അപ്പൊ ഇനി അധികം ഉപ്പ് വേണ്ട. ആക്ച്വലി ഇത് ഈ കറി വെന്ത് വരുമ്പോഴത്തേന് നമ്മുടെ ആ ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറോ ഒന്നും മട്ടന് വരികയില്ല. ഒരു ലൈറ്റ് ഞാൻ പറയാം ബിസ്ക്കറ്റിന്റെ കളറില്ലേ, നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റിന്റെ കളർ, അത്രയും പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ മട്ടൺ എത്ര മൂപ്പിക്കുന്നോ അതനുസരിച്ച് അതിന്റെ കളർ കയറുന്നേ. അത് നോക്കുന്നത് നമ്മുടെ ഡ്യൂട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ കരിയാൻ പാടില്ല. അവര് ശരിക്കും പറഞ്ഞാൽ നിറച്ച് എണ്ണ വേണം എന്നാ. ഞാൻ അത്രയും എണ്ണ ഉപയോഗിച്ചില്ല. ഇനിയിപ്പോൾ അഥവാ മട്ടൺ ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് ആ പൊടിയുടെ ഒരു പച്ചച്ചോവ എന്തായാലും ഒന്ന് മാറണമല്ലോ. ഇതൊക്കെ ചെയ്തിട്ടും പുള്ളിക്കാരത്തി മഞ്ഞപ്പൊടിയുടെ കാര്യം പറഞ്ഞില്ല. പക്ഷെ ഞാൻ എന്നാ ചെയ്തറിയോ, എൻ്റെ ഒരു മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയും ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പ്രേഷറുമായിട്ട് എനിക്ക് കള്ളം പറയാൻ ഒക്കത്തോണ്ട് ഞാനൊരു ഇച്ചിരി ഇതിനകത്തോട് ചേർക്കാൻ പോവാ. ഒത്തിരി ഇല്ല, പുള്ളിക്കാരത്തി പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും അനുസരണക്കേടല്ല, എൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം. തൈരിന്റെ വെള്ളം മുഴുവൻ പറ്റി ഈ പറഞ്ഞ പോലെ നമ്മുടെ അരപ്പെല്ലാം ഒന്ന് മൂക്കാൻ തുടങ്ങി. അതായത് ഈ ചീനച്ചട്ടിയുടെ സൈഡിലെല്ലാം പിടിക്കുമല്ലേ, അതാ നടക്കുന്നത്. അന്നേരം എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് ഈ പൊടി വേവാനും മൂക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ച സ്റ്റോക്കില്ലേ അത് ചേർത്ത് ഞാൻ ഈ മട്ടൺ ആക്കി എടുക്കാൻ പോവാ. അപ്പൊ ഫസ്റ്റ് ഒരു കുറച്ച് റിഫൈൻ ഓയിൽ, കുറച്ച് അല്ലെങ്കിൽ അതിനൊരു ഡ്രൈനെസ് വരും.
ഇനിയിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം, ഓ മട്ടനെ ഭയങ്കര കൊഴുപ്പ്, അതിൻ്റെ കൂടെ ഉള്ള എണ്ണ എല്ലാം കൂടെ ഒഴിക്കുവാണ്. അങ്ങനെ പറയരുത്. കാര്യം നമ്മളൊരു ഭക്ഷണം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയില്ലേ, അതിൻ്റെ തനതായ രുചി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേച്ച് പിന്നെ മതി അതിനോടുള്ള ഒരു പരിഷ്കാരവും എന്നാൽ ആ രുചിയോളം എത്തിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ നമ്മുടെ കൈവിരുത് പോലെ. പക്ഷേ ഫസ്റ്റ് ഉണ്ടാക്കി നോക്കുമ്പോൾ അതിനെന്നാ സ്വാദ് ഇതെല്ലാം നമ്മൾ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെ നിങ്ങളെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ച് കാണിച്ചു തന്നേച്ചാൽ നിങ്ങൾ അത് ഉണ്ടാക്കുമ്പം ഒത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഓ ഇത് ചെയ്യുന്ന മഹാപ്പൊട്ടയാന്ന് പറയും. അപ്പം അതിനേക്കാട്ടിലും നല്ലത് കറക്റ്റ് രീതിയിൽ അങ്ങ് പറഞ്ഞു തന്നാലല്ലേ. അത് മാത്രമല്ല, എന്നെ പഠിപ്പിച്ച ആ പുള്ളിക്കാരത്തേക്ക് കാണുമ്പോൾ തന്നെ പുള്ളിക്കാരത്തി വിചാരിക്കല്ലേ, ഓ ഇത് ഞാൻ പറഞ്ഞു തന്ന പോലെ ഒന്നുമല്ല ആനി വെച്ചതെന്ന് തോന്നും. അപ്പം അങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചേർത്ത എണ്ണ അതെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഈവൻ ഹൈ ഫ്ലെയിമിൽ ഇടണം എന്ന് തന്നെ ഇല്ല, ചെറിയ ഫ്ലെയിം ഇട്ടേച്ച് ഇതൊക്കെ ചെയ്താൽ മതി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മല്ലിയിലയാണ്. അതാ ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കാം. കറിവേപ്പിലയല്ല. കണ്ട അതിനകത്ത് മുളക് പൊടി എന്നൊരു സാധനം ഇല്ല, കുരുമുളകാ. അപ്പൊ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഈ കറി ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല കുറച്ച് നമ്മൾ പെരട്ടിയൊക്കെ എടുക്കുമല്ലേ, അങ്ങനെ ചെയ്യാനാണെങ്കിൽ അങ്ങനത്തെ ടേസ്റ്റിനും എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കണ്ടോ ഇപ്പം ഞാൻ ചേർത്ത എണ്ണ അതെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും. അതായത് ഇറച്ചിയും അരപ്പും മൂക്കുന്ന അനുസരിച്ച് ആ എണ്ണ തെളിയുകയും ചെയ്യും, അരപ്പ് വേവുകയും ചെയ്യും, ആ ഒരു പച്ചച്ചോവ കാണുകയില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ഇറച്ചിയുടെ ഏറ്റക്കുറച്ചിൽ എന്നാന്ന് വെച്ചാൽ ചേർക്കാം. ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഒരു തക്കാളി കുറച്ചാണ് ചേർത്തേ. ഇനിയിപ്പോൾ അഥവാ ഇതിന് ഇച്ചിരി നമുക്ക് പുളി കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി തൈര് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന തക്കാളി കുറച്ചുകൂടെ നമ്മുടെ കൈ വെച്ച് ഉടച്ച് ചേർത്തേച്ചാലും മതി. കാര്യം ഇങ്ങനെ കറി എടുക്കാൻ ഒക്കത്തില്ല. കാര്യം നമ്മൾ ചേർത്തതെല്ലാം ആ മട്ടനെ പിടിക്കണം. മട്ടൻ വെറും ഉപ്പിട്ടാ വേവിച്ച്. എന്തായാലും കറിക്ക് ഒരുപാട് ഉപ്പിടണ്ട. കാര്യം വെച്ചാൽ മട്ടണിൽ നിന്ന് ഉള്ള ഉപ്പും കൂടെ വന്നതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രമേ ഗ്രേവിയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വേണം ഉപ്പിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ട്. ഇനി ഒരു ഓപ്ഷനൂടെ തരാം. നമുക്കിനിയിപ്പോൾ അഥവാ എരിവ് കുരുമുളകിൻ്റെ തന്നെ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് പച്ചമുളക് ഇടുന്നുണ്ട്. പക്ഷേ ഞാനിടുന്ന പച്ചമുളകിന് വേവ് അധികം ഇല്ല. ആക്ച്വലി നമ്മൾ കഴിക്കുമ്പോൾ ആ പച്ചമുളകും ഇറച്ചിയും ഈ ഗ്രേവി എല്ലാം കൂടെ ചേർത്താണ് നമ്മളൊരു നാണിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് ആ എരിവും കൂടെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇതിനകത്ത് സോഫാർ ഞാൻ ഗരം മസാല അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ഇനി ഇടണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഗരം മസാലയും കൂടെ നിങ്ങൾക്ക് ഇടാം. പക്ഷെ ഇട്ടില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇത് ശരിക്കും കഴിക്കേണ്ട എങ്ങനെയാണെന്നറിയോ, നല്ല മുരിഞ്ഞ ബറോട്ടയോ അല്ലെങ്കിൽ നാണോ നല്ല പൂരി, പക്ഷെ മൊരിഞ്ഞതായിരിക്കണം. നല്ല ക്രിസ്പി എൻ്റെ കൂടെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ എരിവിൻ്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ വേണ്ട, ഞാൻ ഈ വെച്ചേക്കുന്ന പച്ചമുളകിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇതിനകത്തോട്ട് ഇടുക. ബാക്കി ഞാൻ പിന്നെ ഇടാവേ. കണ്ട എണ്ണ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി ഞാൻ ബാക്കി നമ്മുടെ ഈ സ്റ്റോക്ക് ഇതിനകത്തോട്ട് ഒഴിക്കുക. അതായത് നമ്മൾ ആ വേവിച്ച ഉള്ളി ഇതെല്ലാം ഇതിനകത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം മാറ്റി കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് പോകും. വലിയ ഉള്ളിയാണെങ്കിൽ 1 കിലോയ്ക്ക് 2 ഉള്ളിയാണ്, അതാ കണക്ക്. വലിയ ഉള്ളി 1.5 കിലോയ്ക്ക് വരെ വലിയ 2 ഉള്ളി മതിയാവും. എന്നാൽ ഇതിനകത്ത് തക്കാളി ബാക്കിയെല്ലാം നമ്മൾ എന്താ പറയുക മട്ടൻ കറിക്ക് ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ചേരാത്തത് ഒരു മുളക് പൊടി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ അവർ ചേർത്തിരിക്കുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയാണ്. നമുക്ക് നോക്കാമല്ലോ, ഇത് ടേസ്റ്റ് നല്ലതാണെന്നുള്ള ഗ്യാരണ്ടി ഞാനാ. പക്ഷെ ടേസ്റ്റ് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇത് വേവണം, ആ എണ്ണയും തെളിയണം, ഗ്രേവി കുറുകണം, ഇതെല്ലാം വേണം.
നമസ്തേ നമസ്തേ. എങ്ങനെ പറയണം? ഹായ്, ഹലോ, ഹൗ ആർ യു, നമസ്തേ എന്ത് വേണം? ഏത് വേണമാവാം അല്ലേ? ജുവൽ പറയുന്ന പോലെ ഭയങ്കര സ്മാർട്ട്, എന്താ പറയാ, ഭയങ്കര സ്പോർട്ടീവ്, ഭയങ്കര എനർജറ്റിക്, അങ്ങനത്തെ ഒക്കെ ഒരു കുട്ടിയാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഏതും കുഴപ്പമില്ലല്ലോ അല്ലേ? ആനി ചേച്ചിയുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടല്ലോ, അതാണ് എല്ലാവർക്കും ഇഷ്ടം. അത് സത്യമായിട്ട് അതിന്ന് ഞാൻ ഇനിയിപ്പോ എന്നാ പറഞ്ഞാലും ഞാൻ മറുതരാം. യെസ്, ആ സത്യം. നമ്മള് ലാസ്റ്റ് കോഴിക്കോട് വെച്ചാ കണ്ടേ അല്ലേ? കറക്റ്റ്. പിന്നെ ഹൗ ആർ യു? ഹാപ്പി. അതെ, ഈ ജുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും എന്താ ആഭരണം, ഭയങ്കര എന്താ പറയാ, വിലപിടിപ്പുള്ള ഒരു സാധനം. ആ ഒരു പേര് അപ്പനും അമ്മയും എങ്ങനെ കണ്ടുപിടിച്ചത്? അത് അവരോട് ചോദിക്കണം ഈ ചോദ്യം. പക്ഷെ എന്നാലും ചോദിച്ചിട്ടില്ല എപ്പോഴെങ്കിലും? അപ്പൊ ഞാൻ ആക്ച്വലി ജൂലൈ ബോൺ ആണ്, ജൂലൈ 11th ആണ് എന്റെ ബർത്ത്ഡേ. അപ്പൊ അവര് ജെ വെച്ചിട്ട് ഇങ്ങനെ പേര് അന്വേഷിച്ചു വന്ന് ആൻഡ് സംബഡി സജസ്റ്റഡ് ജുവൽ. പക്ഷെ ജുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണം എന്നല്ല, ഒരാളുടെ പേര് വരുമ്പോ പ്രഷ്യസ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഇട്ട പേരാണത്. ഐ ഹാവ് സിബ്ലിങ്സ്. എനിക്ക് അനിയനും അനിയത്തിയും ഉണ്ട്. ഒരാൾ US-ലും ഒരാൾ കാനഡയിലും. അവരൊക്കെ സെറ്റിൽഡ് ആണ്. അപ്പന്റെ അമ്മയുടെ ഫസ്റ്റ് ചൈൽഡ്, സോ ദാറ്റ് ഈസ് സോ പ്രഷ്യസ്. അപ്പം എത്രയായാലും അതിന് അത് തന്നെയല്ലേ പേര് വരുള്ളൂ അല്ലേ? അങ്ങനെയാണ് സജസ്റ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവര് ഇട്ടപ്പോ അവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. വളർന്നു വന്നപ്പോ പ്രതീക്ഷ കൂടിയതല്ലേ ഉള്ളൂ. പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായിട്ടുള്ള വളർച്ച കൊണ്ട് അവർക്ക്. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ അമ്മ ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തോ വയ്യായി വന്ന് സെയിം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അപ്പൊ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന പേഷ്യൻസ് ഞാനോട്ട് ഭയങ്കര കമ്പനി. അപ്പൊ അവരുടെ മകൾ എന്തോ പ്രസവിക്കാൻ നിൽക്കുവാണ്. അപ്പൊ പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു മോളുണ്ടാവുമ്പോ ജുവലിന് ഞാൻ പേരാണ്. എന്റെ അമ്മ, ഇടരുത്, ഡോണ്ട് ഡു ദാറ്റ്, ഞങ്ങൾക്ക് പറ്റാവുന്ന പറ്റരുത് എന്നുള്ള രീതിയിൽ. പഠിക്കുന്ന സമയത്തും ടീച്ചർമാർക്ക് പണിയായിരുന്നായിരിക്കുമല്ലോ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര സ്നേഹം. ഞാൻ പഠിച്ച എല്ലാ ബാച്ചും എന്റെ പേരിൽ അറിയപ്പെട്ടിട്ടുള്ളൂ. അന്ന് എന്റെ പേര് മേരി ജുവൽ എന്നാണ്. എന്റെ ഒഫീഷ്യൽ നെയിം ഇസ് മേരി ജുവൽ. സോ മേരി ജുവലിന്റെ ബാച്ച്, മേരി ജുവലിന്റെ ക്ലാസ്, മേരി ജുവലിന്റെ ഫ്രണ്ട്സ്. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? ഏയ്, അന്ന് ആർക്കും ഇഷ്ടമില്ലായിരുന്നു. വെരി ഗുഡ്. തല തിരിഞ്ഞു പോയി, അത് നശിച്ചു പോയി, നന്നാവട്ടെ എന്നുള്ളത്. പക്ഷെ എന്നാന്നറിയോ, ഞാനിപ്പോ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജുവലിന് എല്ലാത്തിനും ഓരോ ചോദ്യം ഉണ്ട്, അതിനെ അറിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നല്ലേ. അപ്പൊ നാച്ചുറലി ഞാൻ ആ സൈഡാണ് ചിന്തിക്കുന്നത്. അതായത് വെച്ചാൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒത്തിരി സംശയവും, അപ്പൊ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കെയറിങ് ആയിരിക്കും. ഞാൻ വിചാരിച്ചാൽ പുസ്തകത്തിലുള്ളതിനെ പറ്റി എനിക്കൊരു സംശയവുമില്ല, അത് എന്തുവാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാനത് പരീക്ഷയുടെ സമയമാകുമ്പോൾ നമ്മളത് മഗപ്പ് ചെയ്യുന്നു, ഞാൻ പാസ്സാവുന്നു. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇല്ല, തോൽക്കണ സ്വഭാവം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം തോക്കും. ഒരു രസത്തിനൊക്കെ ഞാൻ എക്സാം നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ എന്റെ പ്രോഗ്രസ് കാർഡ് കാണിച്ചിട്ട് എന്റെ അമ്മ എടുത്ത് പറഞ്ഞതാ, ബുദ്ധി ഇല്ലാണ്ട് തോക്കണ പിള്ളേരെ കണ്ടിട്ടുണ്ട്, പഠിക്കാൻ കഴിവില്ലാണ്ട് തോക്കണ പിള്ളേരെ കണ്ടിട്ടുണ്ട്, അഹങ്കാരം കൊണ്ട് തോക്കണവരുടെ അതിനെ ആദ്യമായിട്ട് കാണാം 3 മാർക്ക് നിങ്ങളെ മോക്ക് കിട്ടിയിട്ടുള്ളത്. അമ്മ എന്നെ നോക്കി, പേരും ഇതെങ്കിലും എഴുതിക്കൂടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഈ ശരിക്കും പറഞ്ഞ ജുവൽ ആങ്കറായിട്ട് തന്നെയാ വന്നേ. അപ്പൊ ആ ആങ്കറിലേക്ക് വരാൻ ഈ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടി ഒരു ബന്ധമില്ല. അത് കറക്റ്റാണ്, ഒരു ബന്ധമില്ല. ഞാൻ ആക്ച്വലി എന്റെ ചൈൽഡ്ഹുഡ് മുതലേ ഭയങ്കര സ്റ്റേജ് എന്തൂസിയാസ്റ്റ് ആണ്. എന്ത് പെർട്ടിക്കുലർ പരിപാടിന്നില്ല, എന്തിനും കയറ്റി വിട്ടാ മതി. എന്നെ സ്റ്റേജിലോട്ടൊന്ന് കയറ്റി വിടുക, വെറുതെ അവിടെ നിൽക്കാനാണെങ്കിലും ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാൻ എന്റെ കുഞ്ഞിലെ എന്റെ പപ്പ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിങ്ങനെ കണ്ടിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേഷൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് ചൈൽഡ് ആണല്ലോ, അപ്പൊ ഞാനാണ് ഇത് കണ്ടിട്ടുള്ളത്. പുള്ളിയുടെ യങ്ങർ ഏജിൽ പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങളും, നാടകം, പപ്പ ഹീറോ ഒക്കെ ആയിരുന്നു. പപ്പ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ നഴ്സിംഗ് പഠിക്കുമ്പോഴും ഇതൊക്കെ തന്നെ പണി. എനിക്കിതാണ് എന്റെ എൻജോയ്മെന്റ്, അതാ അവിടെയാ ലൈഫ് ഉള്ളൂ. ദെൻ ഇത് കഴിഞ്ഞ് ഇവർ എന്നെ കാനഡയ്ക്ക് പറഞ്ഞു വിടാനുള്ള പണികളൊക്കെ തുടങ്ങി. ആൻഡ് വൺ ഫൈൻ ഡേ ഐ അണ്ടർസ്റ്റുഡ്, ഇനി ഇവിടെ കിടന്ന് സഫർ ചെയ്തത് പോരാണ്ട് ഇനി കാനഡയിലും കൂടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഡിപ്രഷനായി പോകുന്നത് എനിക്ക് തന്നെ മനസ്സിലായി. എൻ്റെ മൈൻഡ് കയ്യിൽ നിന്ന് പോകുന്നുള്ള. അപ്പം ഞാൻ റിബൽ ചെയ്ത് ഞാൻ പോകൂല. അന്ന് എനിക്ക് ഓൾമോസ്റ്റ് 5 lakhs കടം, ഒരു എഡ്യൂക്കേഷൻ ലോൺ, നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ കാശ് ഓൾറെഡി പൊട്ടി. എന്നിട്ട് ആ പണിക്ക് പോവില്ല എന്നാണ് പറയണത്. വലിയ സീനായിരുന്നു. പക്ഷെ അന്ന് മുതൽ ഞാനിങ്ങനെ കുറെ ഇവന്റ്സുമായിട്ടൊക്കെ ഇങ്ങനെ ധൈര്യം വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പന്റെ അമ്മയുടെ മുഖത്തൊക്കെ വെറുതെ പറയുന്നില്ല. ഞാൻ എന്റെ പുസ്തകം എല്ലാം കൂടെ കൊണ്ടത്, അത് കുറെ തർക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് ഇതങ്ങോട്ട് കത്തിക്കുക, എന്നെയും കൂടി ഇട്ട് കത്തിക്കുക, ഇങ്ങനത്തെ ഡയലോഗ് ആയിരുന്നു. ഭീഷണിയൊക്കെ മുഴക്കി.
ദെൻ ഞാൻ എൻ്റെ കയ്യിലുള്ള അന്നത്തെ വെറും മാർക്ക് ലിസ്റ്റ് മാത്രം വെച്ചിട്ട് ഞാൻ കുറേയും ഈ വണ്ടി കമ്പനികളിലൊക്കെ പോയിട്ട് എനിക്ക് എവിടെ പോകണമെന്ന് അറിയാം, എന്ത് ജോലിയാണെന്ന് അറിയത്തില്ല. ഞാൻ ലിറ്ററലി ഐ വെന്റ് ടു ഓൾ ദ കാർ കമ്പനീസ്. ഇഷ്ടമായിരുന്നു കാറിന്റെ അറിയില്ല, ഒരു ജോലി വേണം. അങ്ങനെ പല സ്ഥലത്ത് പോയി. ഒരു സ്ഥലത്ത് ഞാൻ റിസപ്ഷനിസ്റ്റ് ആയിട്ടിരുന്നു കുറച്ചാള്, സെയിൽസിൽ ഇങ്ങനെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഈ ഇവന്റ്സിൽ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ, ഇവന്റ്സിന് സപ്പോർട്ടായിട്ട്. എന്നിട്ട് അവിടെ നിന്നാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഈ കൊച്ചിന്റെ ഇംഗ്ലീഷ് ഒക്കെ കൊള്ളാം, അങ്ങനെ ഞാൻ ചെറിയ ചെറിയ ആങ്കറിങ് ഒരു 1 year ഫുൾ ആങ്കറിങ് ചെയ്ത് ഇങ്ങനെ ലോക്കൽ ഷോസും അതും ഇതും മോളിലത്തെ പരിപാടിയൊക്കെ. എന്നിട്ടാണ് ഡി ഫോർ ഡാൻസിൽ ഞാൻ ആങ്കറായിട്ട് വന്നത് ത്രൂ ഓഡിഷൻ ഓൺലി. കുറച്ച് വെറുതെ അല്ല, കുറച്ച് നടന്ന് നല്ലതാണ്. പക്ഷെ ആ ഒരു സ്ട്രഗിൾ ഫീൽ ഗുഡ് അല്ലേ? അന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ല, നമ്മളങ്ങ് ചെയ്യുവാണ്, സർവൈവലാണ്. അപ്പൊ ഈ ആങ്കറിങ് കണ്ടപ്പോഴാണ് ഫിലിമിലേക്ക് വിളിച്ചേ? അത് അവിടെ നിന്ന് വിളിച്ചതാ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ആങ്കറിങ് വന്നു, നഴ്സിംഗ് പഠിച്ചു, അപ്പൊ ഫിലിമിലേക്ക് വരാന്നുണ്ടോ അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ എന്ത് ഫീൽ ചെയ്ത്? അത് വിളിച്ച ആള് സലീമൊക്കെയാണ്. അതെ, അല്ല, എനിക്ക് പുള്ളി വിളിച്ച പുള്ളിയാണെന്ന് മനസ്സിലായില്ല. ഐ തോട്ട് സമ്മൺ വാസ് പ്രാങ്കിങ് മീ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ ഞാൻ സലീം മുഹമ്മദ് ആണ്, മമ്മൂട്ടിയുടെ ഇന്ന സിനിമയിലേക്ക് താങ്കളെ ഇത് ചെയ്യാണ്. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഇവിടെ ഈ ഫ്ലോറിൽ ആരോ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ഷോയുടെ ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓഹോ ആഹാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കാം. കുറെ കഴിഞ്ഞ പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ കുറച്ച് പാനിക്കായി. സാർ നിങ്ങൾ ഈ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ സലീം മുഹമ്മദ്? അതെ, അത് ഞാനാണ്. എവിടെയാണ് സാർ വരേണ്ടത്, എങ്ങോട്ടാണ് സാർ വരേണ്ടത്? പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റായി, സ്ക്രീൻ ടെസ്റ്റിനൊക്കെ വിളിച്ച് അതിന് ഒരു 4 ദിവസം വെയിറ്റ് ചെയ്യിപ്പിച്ച്. പിന്നെ നമുക്കൊക്കെ കണ്ട് ഓക്കെ ആയിട്ടാണ് അവര് ലാസ്റ്റ് ഇങ്ങനെ വിളിച്ചിട്ട് സലീം ഖാൻ എടുത്ത് പറഞ്ഞു, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സിനിമ. ഭയങ്കര പറച്ചിലാണ്, ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള എൻട്രി ആയിരുന്നു. ശരിക്കും നമുക്ക് ഫിലിമിലേക്ക് ചാൻസ് വന്നപ്പോഴേ ജുവലിന്റെ മനസ്സിൽ എന്തായിരുന്നു? ആസ് ആൻ ആക്ട്രസ് ആണോ അതോ ഒരു സെലിബ്രിറ്റി ആണോ? ഒരു സാധനവും ഇല്ല. അത് നമുക്കിങ്ങനെ ആസ് എ കോളേജ് ഗേൾ നമ്മളിപ്പോ ഫിലിമിൽ അഭിനയിക്കുന്നു, ഞാൻ കോളേജ് കഴിഞ്ഞു വേൾഡ് അങ്ങനെയൊക്കെ ചിന്തിച്ചോ? ചേച്ചി എനിക്ക് അങ്ങനത്തെ ഒരു, അതായത് എന്തിന്റെങ്കിലും ഒരു ഐ ഡോണ്ട് ഇവാലുവേറ്റ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ഞാൻ അതിലേക്ക് അങ്ങ് ഇറങ്ങുന്നു, അത് ചെയ്യുന്നു, അത് കഴിയുന്നു, ദാറ്റ്സ് ഓവർ, അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഓക്കെ, അത് നമ്മുടെ പെർസ്പെക്ടീവ്. പക്ഷെ നാട്ടുകാർ നോക്കുമ്പോഴത്തേക്ക് അല്ലേ, അപ്പൊ അവരുടെ പെർസ്പെക്ടീവ് നോക്കുമ്പോഴത്തേക്ക് അഫ്കോഴ്സ് യു ആർ ആൻ ആക്ട്രസ്, ആ ഒരു സെലിബ്രിറ്റി ആണ്, ഫെയിം ആണ്, ഗുഡ് ലുക്കിംഗ് ഗേൾ. അപ്പൊ അതൊക്കെ എങ്ങനെയാ അത് കണ്ടതപ്പോ? അതിന് മുന്നേ ഡി ഫോർ ഡാൻസിന്റെ സമയത്ത് എനിക്കിത് ഉണ്ട്. ഞാൻ ഓൾറെഡി ഐ വാസ് ലൈക്ക് എവറിബഡീസ് ഫാമിലി ഗേൾ ആയിരുന്നു, ഞാൻ ഗേൾ നെക്സ്റ്റ് ഡോർ പരിപാടിയായിരുന്നു. അപ്പോ ഭയങ്കര സ്നേഹം ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട് മനുഷ്യരുടെ അടുത്തുനിന്ന്. ആ സമയത്തൊക്കെ ഭയങ്കര സ്നേഹം. കറക്റ്റ്. പക്ഷെ ആ സമയത്ത് ജുവൽ ഇറങ്ങിയ സമയത്ത് ബേസിക്കലി ടോക്കില്ലായിരുന്നു. ജുവലിന് ഭയങ്കരമായിട്ട് മീന ചേച്ചിയായിട്ട് ഭയങ്കര ഇപ്പൊ പറയുന്നു. ശരിക്കും കമ്പയർ ചെയ്യുന്നത് ഒരു വലിയൊരു ആക്ട്രസുമായിട്ടാണ്. ഡു യു ഫീൽ എനി റെസ്പോൺസിബിലിറ്റി ഫോർ യു ഇങ്ങനെ കമ്പയർ ചെയ്യുന്നു? ഞാൻ ബട്ട് സ്റ്റിൽ ചെയ്ത ഫസ്റ്റ് ഫിലിം വിത്ത് മമ്മൂക്ക, അപ്പൊ ആ ഒരു ചെറിയ ക്യാരക്ടർ അല്ല ചെയ്ത, യു ഡിഡ് എ വെരി ഹെവി ക്യാരക്ടർ. പിന്നെ കമ്പാരിസൺ വരുന്ന മീന ചേച്ചിയായിട്ടാണ്. അപ്പൊ നമ്മൾ പിന്നെ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പടങ്ങൾ യു ഷുഡ് ബി വെരി കോൺഷ്യസ്. ഇത്രയൊക്കെ ചിന്തിക്കാൻ നമുക്ക് ബോധം വേണം. എനിക്ക് ബോധം എന്നെ പോലെ ആയിരുന്നല്ലേ? ഐ വാസ് കംപ്ലീറ്റ് ക്രാക്ക്. അത് കഴിഞ്ഞു, അടുത്ത പരിപാടി അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകും. അതിനെപ്പറ്റി ഗൂഢമായി ചിന്തിക്കല് പരിപാടികളൊന്നുമില്ല. ഞാൻ വേറെ പല വലിയ വലിയ വിഷയങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാറുള്ളൂ. ഇതൊന്നും എന്റെ തല കൂടെ ഓർത്തില്ല. ആക്ച്വലി ജുവലിനെ സംബന്ധിച്ച് എന്താണ് ഈ വലിയ വലിയ വിഷയം? അങ്ങനെയൊന്നുമില്ല, ജീവിതത്തെ കുറിച്ച്. അക്കോർഡിംഗ് ടു യുവർ പെർസ്പെക്ടീവ് എങ്ങനെയാണ് ആ ജീവിതം, എങ്ങനത്തെ ജീവിതം ജീവിക്കാനാണ് വിച്ച് യു ഫീൽ മോർ കംഫർട്ട്? യുവർ ഓൺ ആർഗ്യുമെന്റ്സ് അല്ലേ? യുവർ പെർസ്പെക്ടീവ്സ് ഉണ്ട്, ഒപ്പീനിയൻസ് ഉണ്ട്, ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഇഫ് സംബഡി സേസ് യു ആർഗ്യൂ വിത്ത് ദം, യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ, എല്ലാം ഉണ്ട്. അപ്പം ഒരു പേഴ്സണ് എന്റെ ജീവിതം ഇതായിരിക്കണം, ആ രീതി ഇങ്ങനെ ആയിരിക്കും, ഐ ഫീൽ മോർ കംഫർട്ട്. അങ്ങനത്തെ എന്താണെന്ന് ഐ ഡോണ്ട് വാണ്ട് ടു ഡിഫൈൻ ഇറ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ ഡിഫൈൻ ചെയ്യാതെ ജീവിക്കുന്ന ഒരാളാണ്. ഫോർ മീ ഐ എം എൻ ഒബ്സർവർ ഓർ എ പേഴ്സൺ ഹു ഈസ് എക്സ്പീരിയൻസിങ് ഇറ്റ്. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം സംഭവിക്കുന്നത്. അപ്പൊ ആ ഒബ്സർവറിന്റെ മൈൻഡ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ മൈൻഡാ. നമ്മൾ ഇതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, കാണുന്നു, പഠിക്കുന്നു. അതല്ലാണ്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കഷ്ടത്തോടെ എടുക്കുന്നില്ല. അതിനിങ്ങനെ നമ്മള് വിട്ടോണ്ടിരിക്കുവാണല്ലോ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ.
ആക്ച്വലി ഞാൻ ഇപ്പോൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ. ഓക്കെ, ജുവലിനെ എപ്പോഴും സെലിബ്രിറ്റി അല്ലേ, നമുക്കൊരു ഫെയിം, ഇതിനെയൊക്കെ എങ്ങനത്തെ കാഴ്ചപ്പാടിലാണ് നമ്മൾ പറഞ്ഞ പോലെ വന്നു നാളെ പോയി ഞാൻ ചെയ്യുന്നു ആ പാത്രത്തിൽ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറയരുത്. I really don't understand like that. I understand the love behind it. നമ്മളെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്നേഹം അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാം അവര് നമുക്ക് തരുന്ന സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, സ്നേഹം, ഗിഫ്റ്റുകള്, ഉമ്മകൾ, ഇതൊക്കെ അടിപൊളിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ അതാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ബിക്കോസ് അങ്ങനെ തന്നെ ഒരു ബോക്സിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു കുഞ്ഞു ബോക്സ് ആണ്. നമുക്ക് നമ്മുടെ അവരുടെ കൂടെ ജീവിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ട് കോഎക്സിസ്റ്റ് ചെയ്യാം. കറക്റ്റ്. അത് ഭയങ്കര നല്ലതാ. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എ സെലിബ്രിറ്റി അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ദിസ് ഒരു വേ ആണ്, പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് തോട്ട്സും ഉണ്ട്. നമ്മൾ നല്ലതുകൊണ്ട് ചീത്തയും പറയും. ആൻഡ് ഹൗ യു അപ്രോച്ച് ദ ചീത്ത വേ, നെഗറ്റീവ് വേ. their definition will never define me എന്നുള്ളതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അവരുടെ അഭിപ്രായം, അവരുടെ ഹെഡ് സ്പേസ്, അവരുടെ എക്സ്പീരിയൻസ്, ഇപ്പം അത് വളരെ പൊട്ട അഭിപ്രായമാണ്, അത് അവരുടെ ചെറിയ ബുദ്ധിയാണ്. എനിക്ക് അവരുടെ എമ്പത്തിയാണ്. സാരില്ല, അത്ര ബുദ്ധിയുള്ളൂ, പോട്ടെ, വിട്ടുകളയാ. ഇപ്പൊ അയാൾ മണ്ടനാണെന്നുള്ളത് എന്നെ ബാധിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ചിന്തിക്കേണ്ടത് ആ മണ്ടത്തരത്തിൽ ഞാൻ എന്നെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ ആൾക്കാരോടൊക്കെ നമുക്ക് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനും കുറച്ച് ബുദ്ധി വെക്കുന്നുണ്ടോ എന്നൊരു സംശയം. തമ്പുരാനെ അപ്പൊ ഞാൻ മന്ദബുദ്ധി അല്ല, സ്റ്റിൽ അല്ലേ, ദാറ്റ്സ് എ ഗുഡ് അഡ്വൈസ് അല്ലേ. അവരുടെ കാഴ്ചപ്പാടോ ഒപ്പീനിയനോ ഒന്നും അല്ല. ദാറ്റ് ഡസന്റ് ഡിഫൈൻ മീ. ബേസിക്കലി പക്ഷെ ചെറുപ്പം മുതലേ എസ്പെഷ്യലി ഗേൾസ് ഭയങ്കര കണ്ടീഷൻഡ് ആവുന്നുണ്ട്. സൊസൈറ്റിയിലാണെങ്കിലും വീടുകളിലായാലും ഒക്കെ ഒരു ബോക്സിനകത്തേക്ക് അത് ജനിക്കുമ്പോൾ തുടങ്ങി അതിനെ ഇങ്ങനെ ഇട്ട് വളർത്തിക്കോളും. ഇങ്ങനെ ആയിരിക്കണം, ഈ നല്ല കുട്ടിയായിരിക്കണം, പറഞ്ഞ അനുസരിക്കണം. വേഴ്സ്റ്റ് അഡ്വൈസ് യു കുഡ് ഗിവ് എനി വൺ. പറഞ്ഞ അനുസരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കരുതെന്നാണ് പഠിപ്പിക്കണത്. ചിന്തിക്കണമെങ്കിൽ പാടുണ്ട്, പണിയുണ്ട്, മെനക്കേടുണ്ട്. അനുസരിച്ച് ജീവിക്കാൻ എളുപ്പമാണ്. സത്യം. അതിൽ നമ്മളൊരു മെക്കാനിക്കൽ ലൈഫാണ്, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ബട്ട് ടു ബി എ പേഴ്സൺ, നോട്ട് ജസ്റ്റ് എ വുമൻ, ടു ബി എ പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് അതോറിറ്റി, ചിന്തിക്കാനായിട്ട് ചെറുപ്പം മുതലേ നമ്മൾ പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, ശീലിക്കണം. അത് മെനക്കേടാ, പക്ഷെ ഞാനത് അഡ്വൈസ് ചെയ്യും. ബിക്കോസ് അത് ഉണ്ടെങ്കിലാണ് ഒരു ബെറ്റർ ഫോഴ്സ്, ഒരു ഹ്യൂമൻ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. എന്നാലാണ് ബെറ്റർ ലീഡേഴ്സ് ആൻഡ് ബെറ്റർ വർക്ക് ഫോഴ്സ് തന്നെ ഉണ്ടാവുള്ളൂ. കറക്റ്റാണ്, നമ്മൾ സത്യം. അപ്പൊ ഞാൻ ഇനി ചിന്തിച്ചു തുടങ്ങാം, വേണ്ട നേരത്തെ പറഞ്ഞ പോലെ ചിന്തിച്ചാൽ വി ആർ നോട്ട് ഡിപ്പെൻഡന്റ് അല്ലേ. എനിക്ക് അല്ല ചിന്തിക്കണം. ഇപ്പൊ ഞാനും ഡിപ്പെൻഡന്റ് ആണ്, പക്ഷെ അത് ആരും എന്നെ അങ്ങനെ കണ്ടീഷൻ ചെയ്തുകൊണ്ടാണ്. ഞാൻ സ്നേഹത്തിൽ ഡിപ്പെൻഡൻ്റ് ആണ്. എനിക്ക് സ്നേഹമുള്ള മനുഷ്യരോടൊക്കെ ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഇപ്പം ലെറ്റ്സ് സേ ഇപ്പം പീരിയഡ്സിന് മുന്നേയുള്ള മൂഡ് സ്വിങ്സ് ടൈമിൽ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ ചോദിക്കും, എടാ എനിക്കൊരു 500 ഇട്ട് തരുമോ? എന്തിനാ? ബർഗർ മേടിക്കണം. എൻ്റെ 500 ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് അയാളുടെ സ്നേഹം എനിക്ക് വേണം. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിന്റെ സ്നേഹം വേണം. ഇപ്പൊ എൻ്റെ പപ്പയുടെ കൂടെ ആണെങ്കിൽ ഒരു ആവശ്യമില്ലെങ്കിൽ ഞാൻ എന്തിനൊക്കെ ഇനി ചോദിച്ചോണ്ടിരിക്കും, എനിക്കിതൊന്നും ചെയ്തു തരുമോ, ഈ കുപ്പിയുടെ അടപ്പ് തുറന്നു തരുമോ? ദാറ്റ്സ് നോട്ട് ബിക്കോസ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല. ആ വ്യക്തി എനിക്കത് ചെയ്തു തരുമ്പോൾ സ്നേഹം റിസീവ് ചെയ്യാണ്. എല്ലാ ഡിപ്പെൻഡൻസിയും സ്നേഹത്തിന്റെ പുറത്താവണോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിള്. സത്യമാണ്, ആണല്ലോ. അല്ല, കണ്ടീഷൻഡ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസി ഒരുപാട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ചില വീടുകളിൽ നല്ല കഴിവുള്ള ചെക്കനായിരിക്കും, ഇപ്പൊ അവനൊരു പാട്ടുകാരനാവണമെന്നായിരിക്കും ആഗ്രഹം, പക്ഷെ അവന് പെങ്ങന്മാരുണ്ട്, പെങ്ങളെ കെട്ടിക്കണം, പ്രായമായ മാതാപിതാക്കളുണ്ട്, അവരുടെ ഉത്തരവാദിത്വം നോക്കണം. അവനൊരു 18 വയസ്സ് ചിലപ്പോൾ കൂലിപ്പണിക്ക് പോകേണ്ടി വരും. അവന്റെ ജോലി നോക്കാൻ നമ്മുടെ സിസ്റ്റം അവനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ അവൻ കേൾക്കണ എന്താ, നീ ഒരു ആൺകുട്ടിയാണ്, നീ കുടുംബത്തിലെ തലമുതിർന്നവനാണ്, നീ ഇത് ചെയ്യേണ്ടവനല്ലേ, അതൊരു നടന്നാ മതിയോ? ദാറ്റ് ഇസ് ബർഡൻ. അതാണ് ഞാൻ അഡ്രസ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ, ഒരു 30% ആൺകുട്ടികൾക്ക് എങ്കിലും ആ ബേർഡൻ വരുന്നുണ്ട്. പെൺപിള്ളേർക്ക് ഇതേ പ്രശ്നം എല്ലാം ഉണ്ട്. ഇപ്പം ജെൻഡർ പ്രശ്നമേ അല്ല. ഇപ്പൊ മൂത്ത കുട്ടി ഇപ്പൊ നമുക്കിപ്പം നമ്മുടെ അപ്പനും അമ്മയും കിടന്ന് പാടുപെടുന്ന കണ്ട നമുക്ക് അവർക്കൊരു കൈത്താങ്ങാവാൻ നമുക്ക് തോന്നത്തില്ലേ? അപ്പൊ നാച്ചുറലി ഫോഴ്സ്ഫുള്ളി വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. എൻ്റെ അപ്പൻ ഇത്രയും പാടുപെടുന്നു, അപ്പനൊരു സഹായം ഞാനാവണം എന്ന് തോന്നുന്നത് നേച്ചർ തരുന്ന ഒരു ഇതല്ലേ? അതൊന്നുമില്ല, ചില മനുഷ്യർക്ക് തോന്നിയിട്ടും അല്ല, പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തോണ്ടവരെ ചെയ്യുന്നത്. തോന്നത്തില്ലേടാ, നമുക്ക് അപ്പനും അമ്മയോട് ഒരു സ്നേഹമില്ലേ? ഇപ്പൊ തന്നെ ലവ്. ഇപ്പൊ എന്താ പറയാ, എന്ത് ജോലി ചെയ്ത് സപ്പോർട്ട്, ഇപ്പൊ ഞാൻ റിബിൾ ചെയ്തതാ,
ഞാൻ ഒരിക്കലും അവരോടുള്ള സ്നേഹം കൊണ്ട് നഴ്സിംഗ് തന്നെ പഠിച്ച് ഞാൻ കാനഡയ്ക്ക് പോയില്ല. ദാറ്റ് വാസ് ദി ഈസി വേ. ഞാൻ റിബൽ ചെയ്ത് ഞാൻ എന്നെ പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ കാശുണ്ടാക്കി കൊടുത്തത്. പക്ഷെ ആ ഒരു 2 years അവര് നല്ലോണം ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇത് എന്ത് രീതിയിലായി ജന്മം മറക്കുകയില്ല. സോ ഞാൻ തല്ലുപിടിച്ചുണ്ടാക്കിയ ഫ്രീഡം ആണത്. എല്ലാവർക്കും അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവാറില്ല. ബിക്കോസ് നമ്മൾ ഇമോഷണലിയും ചിലപ്പോൾ നമ്മൾ വീണുപോയെന്നിരിക്കും. പിന്നെ എന്നാത്തുള്ള ഒരു കാര്യം കൂടെ ചെയ്തു. ജുവലിനോട് ഇത്രയും വർത്തമാനം പറയുമ്പോഴും എനിക്ക് ജുവൽ വയസ്സിനെക്കാട്ടിലും ഭയങ്കര മെച്ചോർഡ് ഫീൽ ചെയ്യുന്നു. മേ ബി ബിക്കോസ് ഒത്തിരി പുസ്തകം വായിച്ചുകൊണ്ടായിരിക്കും, ഞാൻ വായിക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് കുറെ പ്രായമായി അല്ല, ബട്ട് സ്റ്റിൽ ഐ ഫീൽ മോർ മെച്ചോർഡ്. എന്നുവെച്ചാൽ വർത്തമാനത്തിലാണെങ്കിലും എല്ലാത്തിനകത്തും. ആൻഡ് ഹൗ യു ബിക്കം സോ ബോൾഡ്? ത്രൂ എക്സ്പീരിയൻസ് ആണോ അതോ കുഞ്ഞിലെ ബൈ ബർത്ത്? വാട്ട് ഈസ് ബീയിങ് ബോൾഡ് മീൻസ് ടു യു? ബോൾഡ് മീൻസ് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാനൊക്കെ വളർന്ന സമയത്ത് ഞാൻ ജുവലിനെ പോലെയല്ല. ബിക്കോസ് വാട്ട് അപ്പ സേസ് ഐ ഡിഡ്. അപ്പ പറയുന്നു എന്താ സ്കൂളിൽ പോണു വരുന്നു മറ്റേ ചെയ്യണു പറിച്ച് അതെല്ലാം നമ്മൾ ജുവൽ പറഞ്ഞ നമ്മളങ്ങ് അനുസരിച്ച് ജീവിക്കുക. അല്ലാതെ ജുവൽ ഇപ്പൊ പറഞ്ഞു എനിക്കിപ്പോ പഠിച്ചേച്ച് ഇറങ്ങിയിട്ട് വന്നിട്ട് എനിക്കിത് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പം പറയും ഒറ്റ കീച്ചു വെച്ചൊരു മര്യാദ ഇറങ്ങിക്കോളാന്ന് പറയും. അങ്ങനെ ഒരു ഇതല്ല ഞങ്ങൾക്ക് വന്നത്. പക്ഷെ യു ഡിഡ് ദാറ്റ്. അപ്പൊ ആ ഒരു ബോൾഡ്നെസ് ഇല്ലെങ്കിൽ ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പൊ അത് ഇൻബോൺ ആയിരുന്നു കുഞ്ഞുനാൾ മുതൽ ടീച്ചേഴ്സിനോടൊക്കെ സർവൈവ് ചെയ്ത്. ഓക്കെ, ത്രൂ എക്സ്പീരിയൻസ്. ബിക്കോസ് എനിക്ക് ആ അനുസരിച്ച് നിൽക്കുന്നിടം കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പം ഞാൻ ചെറുപ്പം മുതലേ അതിനോട് ഫൈറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിലെ മുതൽ അത് ശീലിച്ച്. എനിക്ക് തോന്നുന്നു ജുവലിനോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കാം, ബഹളം വെക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഞാൻ ഭയങ്കര മെച്ചോർഡായിട്ട് ഇത് ഏതോ വലിയ ആളോടൊക്കെ സംസാരിക്കുന്ന പോലെയായി. ഇനി ഒരു ചോദ്യം ചോദിച്ചു നോക്കടെ, അതിനെന്ത് ഉത്തരം വരുമോ നോക്കടെ. ആങ്കർ, ആക്ട്രസ്, പിന്നെ ഒരു നേഴ്സ്, മൂത്ത മോള്, റെസ്പോൺസിബിൾ, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. വിച്ച് വൺ യു ഫീൽ മോർ കംഫർട്ട് ഇൻ യുവർ ലൈഫ്? ബിക്കോസ് യു ആർ ആൻ ആക്ട്രസ്. ലൈക്ക് അങ്ങനെയല്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് ദേവിയുടെ കോൺസെപ്റ്റ് പറയില്ലേ, ദേവി ഒരേ ഫോഴ്സ് പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പല ഫോംസ്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ് പല ഫോംസിൽ. ബട്ട് ഇറ്റ് ഈസ് ഓൾ ദ സെയിം എനർജി ഓൺലി. സെയിം വേ ഐ എം ദ ഡോട്ടർ, ഐ എം ദ എക്സ് നേഴ്സ്, ഐ എം ദി ആക്ടർ, ഐ എം ദി ആങ്കർ. ഇതൊക്കെ എന്റെ ഓരോ ഭാവങ്ങളല്ലേ. അൾട്ടിമേറ്റ്ലി ഐ എം ദിസ് വൺ തിങ്, വൺ ഫോം. സോ യു എൻജോയ് ഇൻ ഓൾ തിങ്സ്. അപ്പൊ അതായത് നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ ഇതിന് ഡിഫറെന്റ് ഫോംസ്. ഡ്യൂട്ടി ഒന്നുമില്ല, ഡ്യൂട്ടി ഒന്നുമില്ല. നത്തിങ് ഈസ് എ ഡ്യൂട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ, ഇപ്പൊ പറഞ്ഞതില് പിന്നെ പറഞ്ഞു ഐ എം ആൻ എക്സ് നേഴ്സ്. അത് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് പഠിച്ചതല്ല, അപ്പം പറഞ്ഞിട്ട് പഠിച്ചതാ. അയ്യോ പറഞ്ഞിട്ടോ എന്നെ അടിച്ച് തൂക്കി അവിടെ കൊണ്ടിട്ടോ. അവിടെ നിന്ന് ചാടിപ്പോരാ നോക്കും, വീണ്ടും തല്ലിക്കൊന്ന് അവിടെ കൊണ്ടിട്ടു. അപ്പന് ഇഷ്ടമായിരുന്നോ ടു ബിക്കം എ ഡോക്ടർ ഓർ എ നേഴ്സ്? ഞങ്ങളുടെ വീട്ടിൽ കുറെ നേഴ്സുമാരുണ്ട്, അവരുടെ കുറെ കാശുണ്ട്. അത് പോയി കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ഇവളൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു വിട്ടതാണ്. അതും രക്ഷപ്പെട്ടില്ല. അമ്മയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഇവരൊക്കെ ഒരു ബാച്ചാണ്, ഞാൻ മാത്രമാണ് ഇളയതോ? പിള്ളേരൊക്കെ കുറച്ചും കൂടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ മറ്റേ കുറച്ച് അനുസരണയൊക്കെ ഉള്ള അങ്ങനത്തെ ഒരുപാട് ചിന്തിക്കില്ല. അവരുടെ ബേർഡൻ ഞാൻ എടുത്തിട്ടുണ്ട് ചെറുപ്പത്തില്. എനിക്ക് അവർക്ക് കഷ്ടപ്പാടൊന്നും വലുതായിട്ട് വരാതിരിക്കാനായിട്ട് ആ ചിന്തകൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടി ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേ ഹാഡ് ദാറ്റ് ലിബറേഷൻ അറ്റ് ഹോം ബിക്കോസ് ഐ ഓൾറെഡി മെയ്ഡ് ദ ചേഞ്ചസ്. ഞാൻ സ്റ്റേജ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് വളരാനായിട്ട്. ആൻഡ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ, ഇല്ലെന്നല്ല. എന്നാൽ പോലും കുറച്ച് സമാധാനത്തിൽ ജീവിച്ചിട്ടുള്ള പിള്ളേരാണ്. എന്നെ മാതിരി എല്ലാത്തിനോട് ആദ്യമായിട്ട് തല്ലുകൂടേണ്ട ആവശ്യമില്ല. തല്ലുകൂടി ഓൾറെഡി നമ്മൾ റൂൾസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. സോ ദെൻ ദേ ക്യാൻ കം ആൻഡ് പെർഫോം ചെയ്താൽ മതി. ഐ തിങ്ക് അവർ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവുന്ന ചേച്ചിയുടെ അടുത്തായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇല്ല, സ്ട്രിക്റ്റ് ആണോ അവരുടെ അടുത്ത്? വഴക്കുണ്ടാക്കി ദേഷ്യപ്പെടും? മീൻസ് ഞാൻ ഇപ്പൊ എന്താ പറയാ, ഞാൻ നിൽക്കുന്ന സ്പേസിൽ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓൾറെഡി അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട്. അവർക്കും അത്രയും പണിയെടുക്കാനുള്ള മൈൻഡ് ഒന്നും ഇല്ല. ബട്ട് ഇഫ് ദേ ഹാവ് എ ഡിഫിക്കൽട്ടി, ഐ എം വൺ ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ ദേ വിൽ കം ടു. ഒരു വിഷയമുണ്ട്, അതിപ്പോ ആ സമയത്ത് എന്നോട് പിള്ളേർക്ക് ആശയപരമായിട്ട് പല കാര്യങ്ങളും വിയോജിപ്പുണ്ടാവും. പക്ഷെ ഒരു വിഷയമുണ്ട്, എവിടെ പോകുമെന്ന് ചിന്തിച്ചാൽ ആദ്യം അവരെന്നെ വിളിക്കും. ഒരു മെനക്കേട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നെ വിളിക്കും. കറക്റ്റ്, അത് നല്ലൊരു ഡിപ്പെൻഡ് ചിന്തിക്കാനുള്ള ബേർഡൻ എടുക്കാനുള്ള
ഞങ്ങക്ക് ഇനിയിപ്പൊ നമ്മുടെ നാട്ടുകാർക്കും ഇനി എന്തെങ്കിലും ചിന്തിക്കണം തുടങ്ങി ഇങ്ങോട്ട് കൊണ്ടുവിടുന്നതാണ്. അല്ല, ഒരു സ്ഥലം അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ടേ ചിന്തിക്കാൻ വേണ്ടി എടുക്കുക. ആരൊക്കെ എങ്ങനെ പുതിയ അഡ്മിഷൻസ് ഒന്നും എടുക്കുന്നതായില്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വർത്താനം അല്ലേ. ആൻഡ് മാത്രമല്ല ഈ വർത്താനം എനിക്ക് ഒത്തിരി പേരുമായിട്ട് ഒന്ന് ഞാൻ എനിക്കൊന്നു ജ്വലിന്റെ കണ്ണ് പിന്നെ ചില ആംഗിളൊക്കെ മീൻ ചേച്ചിയോട് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിനെക്കാട്ടിലൊക്കെ ഉപരിയില്ലേ ഈ വർത്താനം എന്നതാണേലും ചിരിച്ചോണ്ട് പൊട്ടത്തറാണെങ്കിൽ അങ്ങനെ അത് അപ്പനിങ്ങനെ അമ്മ ഇങ്ങനെ അത് എൻ്റെ ഒരു കസിനുമായിട്ട് ഭയങ്കര റെസിപ്പിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഐ എൻജോയ് ദിസ്. പക്ഷെ ഇവിടെ മാത്രം എന്നാ പോരാ, ഐ മേഡ് മട്ടൺ ഫോർ യു അല്ലേ, കഴിക്കാൻ പോണ്ടേ. അതിന്റെ എക്സ്പ്രഷനെ മാറി എന്തോ ഞെട്ടിയോ അയ്യോ പോണം. എനിവേ നമ്മൾ അതിനു വേണ്ടി താമസിക്കേണ്ട. വിൽ ഗോ ടു ദ ഡൈനിങ് ടേബിൾ. ഓക്കെ ബാ. ഞാൻ പ്രേക്ഷകരെ ഒരു സാധനം ചൂണ്ടി കാണിച്ചോട്ടെ. എന്താ അതാ എല്ലാരും ഒന്ന് ശരിക്കും പല ആംഗിൾ ഒന്ന് നോക്കിയേ. ശരിക്കും മീന ചേച്ചിയുടെ ഒരു ലുക്ക് ഇല്ലേ ശരിക്കും. മീന ചേച്ചി ഇത് കാണാതിരുന്നാ മതി. അതൊന്നുമില്ല, എന്റെ ഷോയിൽ വരാനുള്ളതാണ് ചേച്ചി. ഓക്കെ, ഈ നമ്മുടെ വർത്തമാനത്തിനിടയിൽ എനിക്ക് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കേട്ടോ, എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയൊക്കെ പറയില്ലേ, നമുക്ക് ഒരു സാധനത്തോട് ഭയങ്കര ഇഷ്ടം തോന്നുക അറിയില്ലേ, അതെനിക്ക് പോയ വഴി കിട്ടിയതാണ്. ഒരു ദേവിയുടെ ഫോംസിനെ കുറിച്ചൊക്കെ പറഞ്ഞു ജുവൽ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒരു ക്യൂരിയസ്, അതെങ്ങനെ അതൊക്കെ അറിയുന്നേ, ആ തിരിച്ചറിവ് എപ്പോഴാണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ? It was not one particular point, Gigi. ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. There was one time when I did one 21-day Ayurveda treatment. അങ്ങനെ ഒരു പരിപാടി ചെയ്തു. അതിന്റെ ആദ്യത്തെ ഹാഫ് ഫുൾ ക്ലാരിറ്റി ഇല്ലായ്മ, എൻ്റെ മൈൻഡ് വാസ് വെരി distracted. In the middle I got my periods, and after that something changed and I started to receive information through my phone and everything. I don't know how it was coming to me, but it was like സിലബസ് ഇങ്ങനെ സെറ്റ് ചെയ്ത മാതിരി എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും പൊളിക്കപ്പെട്ടു. ന്യൂ ഇൻഫർമേഷൻ കെയിം ഇൻ ആൻഡ് ഐ സ്റ്റാർട്ടഡ് റിസർച്ചിങ്. അതങ്ങനെ ഒരു ട്രാക്കിൽ പോയി. പിന്നെ ഒരു 4 വർഷം ശരിക്കും പറഞ്ഞാൽ ഷീ ഓൺലി ടോട്ട് മീ. ഞാനായിട്ടൊന്നും പോയി പഠിച്ചതല്ല, ഞാൻ എവിടെ ഒന്നും അന്വേഷിച്ച് പോയിട്ടില്ല. നേച്ചർ നമ്മളെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോയി പഠിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ കഥ പോലെ പറയാം. ബട്ട് ഇറ്റ് ഈസ് സംവെയർ കമ്മിങ് ഇൻ ടു ദി അലൈൻമെന്റ് വിത്ത് യുവർ ഓൺ പർപ്പസ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫസ്റ്റ് 4 years വാസ് ലൈക്ക് ദാറ്റ്. ദാറ്റ് വാസ് ദ ഇനിഷ്യേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഓൺലി ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ്. 4 years എങ്ങനെ ഇനിഷ്യേഷൻ ആയെന്ന് മനസ്സിലായി? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി എനർജറ്റിക്സ് പറയുമ്പോഴത്തേനും ഫോർ മീ ഇപ്പം നമ്മൾ പറയും ബയോളജിക്കലി ഒരു സ്ത്രീയായിട്ട് ജനിക്കുമ്പോൾ സ്ത്രീയുടെ എനർജി എന്നുള്ളത്. നോ, ഫോർ മീ ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ഇസ് ഫ്ലൂയിഡ്. ബോത്ത് ഓഫ് ഇറ്റ് ഇസ് ഇൻ എവ്രി സിംഗിൾ തിങ്. എല്ലാത്തിലും രണ്ടും ഉണ്ട്. അതിലേത് പ്രോമിനൻസിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല മനുഷ്യരും ഇപ്പൊ ജനിക്കുമ്പോൾ പുരുഷനായിട്ട് ജനിച്ചാലും സ്ത്രീയുടെ സ്വഭാവം വരുന്ന വെച്ചാൽ അവന്റെ ഉള്ളിലുള്ള എനർജറ്റിക് ഫ്ലോ അതാണ്. അപ്പോൾ സെയിം വേ ഐ അണ്ടർസ്റ്റുഡ് ബോത്ത് ഓഫ് ദീസ് ഫ്ലോസ്. അത് രണ്ടും എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിന്റെ മാനിഫെസ്റ്റേഷൻസ് മനസ്സിലായി. നമുക്ക് എക്സ്പീരിയൻസസ് ആൻഡ് ഇത് ശരിക്കും പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് തന്നെ പറയാം, എല്ലാവരും ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു നല്ല എനർജിയെ കുറിച്ചോ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണിത്. എല്ലാവർക്കും ഒറ്റയ്ക്ക് ഓരോ എക്സ്പീരിയൻസാണ്. പക്ഷെ ആ ഒരു ഡിവൈനിനെ കുറിച്ചും ആ പവറിനെ കുറിച്ചും ഒക്കെ ഇപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം മാത്രം ഞാൻ ആഡ് ചെയ്ത് പറയാം. ഇപ്പൊ ആനി ചേച്ചി പറഞ്ഞപ്പോ അത് പുറത്തുള്ള എന്തോ ആയിട്ടല്ലേ പറഞ്ഞത്? അല്ല, നമ്മുടെ ഉള്ളിൽ there is no division. ലോകത്തിലെ ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത് is the lie of division. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞറിയാമോളെ, ബിക്കോസ് നമ്മളെല്ലാവരും പഞ്ചതന്ത്ര കഥകളിൽ ഡിപ്പെൻഡഡ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒരു കഥകളിൽ കൂടിയായിരിക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം ഈ ജുവൽ പറയുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് ചിലപ്പോ ഞാനല്ലായിരിക്കാം, പറഞ്ഞതാട്ടോ. ചിലപ്പോ ഞാൻ ആ ലെവലിൽ ഐ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ കറക്റ്റ് വേ.
ആ ലെവലിലല്ലായിരിക്കും ഞാൻ. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കത് മനസ്സിലാവാതെ പോകുന്നത്. ചിലപ്പം കേൾക്കുന്നവർക്ക് ചിലപ്പം ഈ പഞ്ചതന്ത്ര കഥ പോലെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പോട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കിട്ടരുതെന്നാണ് എനിക്ക് കിട്ടരുത്. ഞാൻ സോറി, ഞാൻ ജീവനായിട്ട് ഒന്നും ചെയ്യില്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന സംതിങ് ഗ്രേറ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് സ്ട്രഗിൾ ഉണ്ട്, കുറച്ചൊരു പേഷ്യൻസ് വേണം. ഇതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ എത്താൻ പറ്റില്ല. നമ്മൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതറിയാൻ ആഗ്രഹവും ആകാംക്ഷയും ഉള്ളവർക്ക് ശ്രമിക്കാം, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഐ ട്രൂലി ഡു. താങ്ക് യു. ഇനി പിന്നെ പാത്രം അറിഞ്ഞ് വിളമ്പണം എന്നല്ലേ പറയാ. ഇനി വിളമ്പ്. ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് സോ സിമ്പിൾ വേ. പാത്രം അറിഞ്ഞ് ഞാൻ വിളമ്പുക. ഞാൻ ഒരുപാട് എപ്പിസോഡ്സിൽ ഈ വിളമ്പൽ കണ്ടിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. താങ്ക് യു. ഐ എം റെഡി ടു റിസീവ്. കഴിച്ചു നോക്കട്ടെ. പാത്രം അറിഞ്ഞാ വിളമ്പിയേ. അതുകൊണ്ട് ഞാനൊരു വായ വെച്ചിട്ട് ഞാനിപ്പോ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ. ഇനി എന്നാന്ന് വെച്ചാൽ ഡോണ്ട് കമ്പയർ ദിസ് മട്ടൺ കറി വിത്ത് നോർമൽ മട്ടൺ കറി. ദിസ് ഈസ് ക്വൈറ്റ് ഡിഫറെന്റ്. എന്താ സംഭവം? കഴിച്ചു. മല്ലിന്റെ നല്ല ഫ്ലേവർ ഉണ്ട്, പെപ്പറിന്റെ നല്ല ഫ്ലേവർ ഉണ്ട്. നമ്മള് സാധാ എരിവുണ്ട്. നമ്മള് സാധാ വെക്കുന്ന ഒരു മട്ടൺ കറി അല്ല. ഇതെന്താ സംഭവം? ഇത് നമ്മൾ മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല. ഇതൊരു മലബാറിലുള്ള ഒരു കുട്ടി എനിക്ക് പറഞ്ഞു തന്നാണ്. മലബാറി സ്റ്റൈൽ മട്ടൻ കറി, മട്ടൻ ബിരിയാണിക്കാണ് കഴിച്ചെനിക്ക് പരിചയമുള്ളത്. ഒരു ഡിഫറെന്റ് ആണ്. ഒരു പൊടിക്ക് നോർത്ത് ഇന്ത്യൻ ചായ ഉണ്ടോ എന്നൊരു സംശയം. അതെനിക്കറിയില്ല. അതിനകത്ത് തന്നെ അറിയാം. ഞാൻ നോക്കിയപ്പോ ജീരകപ്പൊടി ഇടുന്നുണ്ട്. നമ്മുടെ മട്ടൻ കറിയിലൊന്നും ആദ്യം ഇടുകയല്ലോ. പക്ഷെ ഇതിനകത്ത് മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും കുരുമുളകും മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ച് ഈ മലബാർക്കാരൊക്കെ ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് മസാല ഒന്നും ഇടത്തില്ല. പക്ഷെ അവരുടെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാ. അതേപോലെ ആ റോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. താങ്ക് യു വെരി മച്ച്. എന്തായാലും ജുവലിന് ഇഷ്ടമായി. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ കഴിക്കുന്നതിന് അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം. എന്താ പറയാ, എനിക്ക് പാത്രം അറിഞ്ഞ് വിളമ്പിയതുപോലെ അല്ല, അത്രയൊന്നും വലുതല്ല എന്നാ. പക്ഷെ ഞാൻ തിരിച്ചങ്ങനെയാ ചെയ്തത്. എനിക്ക് അതേ അറിയത്തുള്ളൂ. ഐ ഗീവ് യു എ ഗുഡ് ഗിഫ്റ്റ്. കാര്യം എന്നാന്ന് വെച്ചാ ഒത്തിരി നല്ല കാര്യങ്ങളാ ജുവൽ ഇവിടെ പറഞ്ഞേ. സോ ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഗിഫ്റ്റാണ്, പക്ഷെ എന്നാലും വെരി പ്രഷ്യസ്. ഓക്കെ, ഇവിടെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണോ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കരുത്. ഞാൻ ശല്യപ്പെടുത്തൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കാം. ഇത് കണ്ടപ്പോ കുറെ നിങ്ങൾ വീട്ടിലോട്ട് വരും. എനിക്ക് മാത്രം. എനിവേ, താങ്ക് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗുഡ് ഫുഡ്, ഫോർ ദ ലവ്. താങ്ക് യു ഓൾവേസ്. പ്രേക്ഷകർ എല്ലാവരും ഒരേ കാര്യങ്ങൾ ജുവലിൽ നിന്ന് മനസ്സിലായി അല്ലെ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ എന്റെ പ്രേക്ഷകരും ഈ എപ്പിസോഡ് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.